നമുക്കിന്ന് മീൻ വറുത്തിട്ടുള്ള ഒരു നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമുക്ക് മീൻ കായം മസാല പുരട്ടാം. കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ലേശം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇനി നമുക്ക് മീൻ മസാല പുരട്ടി കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തക്കാളി, ഉള്ളി ഇതൊക്കെ നല്ലപോലെ അരിഞ്ഞ് വെക്കാം. ഒരു 3 ഉള്ളി നമുക്ക് അരിയാം. നമുക്കിനി ഇതിൽ 2 പച്ചമുളക് അരിഞ്ഞിടാം. പച്ചമുളക് 4 ആയിട്ട് കീറി 2 പച്ചമുളക് അരിഞ്ഞു. ഇനി നമുക്ക് തക്കാളി അരിയാം. ഒരു 4 തക്കാളി ചെറുത്. ആറ് ഇല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, അത് രണ്ടും പാടെ ചതച്ചതാണിത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീൻ പൊരിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി ചൂടായി. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കണ്ടില്ലേ, എണ്ണ ബമ്പം ചൂടായി. ഇത് നല്ല ഇന്നാള് വാങ്ങിയ തിലാപ്പിയ മീനിൽ ലേശം മീൻ ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ മീനാണ് ഈ മീൻ. ഇനി നമുക്ക് മീൻ തിരിച്ചിടാം. നമുക്കിനി ഇതായിക്കണം. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്കിതിൽ ഇച്ചിരി കരിവേപ്പില ഇടാം. ഈ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഉള്ളി ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല വാടട്ടെ. നമുക്കിതിലേ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വേഗം ഉള്ളി വാടും. ഇത് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൽ ഇടാം. അപ്പൊ ഉള്ളി നല്ലപോലെ വാടുമ്പോ വെളുത്തുള്ളി ഇഞ്ചി വാടും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇതിൽ ഇടാം.
അതൊന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിത് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം ആയിക്കണോന്ന്. ഇതാ ആയിക്കണ്. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കൊരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒരിച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മൊത്തത്തിലിടല്ലേ, പാകത്ത് കിട്ടാൻ മതി കേട്ടോ. നോക്കിയിട്ട്. ഉപ്പ് കൂടിയാൽ നമുക്ക് തിന്നാൻ പറ്റില്ല, അതുകൊണ്ടാണേ. ഇത് നമുക്ക് ഈ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്നും വേണ്ട. നമുക്കൊരു 2 മിനിറ്റ് മൂടി വെക്കാം. ഇത് നമുക്ക് ആയിക്കണോന്ന് നോക്കാം. ആയിക്കണേ. നമുക്കിത് രസം ഉണ്ടോന്ന് നോക്കാം. മീൻ റോസ്റ്റ് അടിപൊളിയായി. നമ്മൾ വേറെ സാധാ ഉണ്ടാക്കണേനേക്കാളും സൂപ്പറായിട്ടുണ്ട്. മീൻ റോസ്റ്റ് റെഡിയായി. ഇനി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.